നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ദിലീപ് നായകനായ മോഹൻലാൽ ക്യാമിയോ വേഷത്തിലെത്തിയ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസനൊക്കെ അഭിനയിച്ച ഭബ്ബബ്ബ എന്ന സിനിമയുടെ റിലീസ് വന്നത്. ആദ്യ പ്രദർശനത്തിന് ശേഷം ആരാധകർ ഭയങ്കര ആവേശത്തോടെ ഈ സിനിമ സ്വീകരിച്ചെങ്കിൽ പോലും പിന്നാലെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സ് ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിലവിൽ സമ്മിശ്ര പ്രതികരണവുമായിട്ടാണ് ഭബ്ബബ്ബ തിയേറ്ററുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം തന്നെ പറയാം. പക്ഷേ നമ്മൾക്ക് സംസാരിക്കാനുള്ളത് കണക്കുകളെക്കുറിച്ച് വ്യക്തമാക്കാം. അതിലേക്ക് തന്നെയാണ് നമ്മൾ നീങ്ങുന്നത്. യെസ്, ഭബ്ബബ്ബയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് എത്ര വാരി, എത്ര നേടി, അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിൽ എത്രയധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ 24 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും 1,80,000 ടിക്കറ്റുകളാണ് ഭബ്ബബ്ബ സ്വന്തമാക്കിയിരിക്കുന്നത്. വെട്ട് എ മിനിറ്റ്, ഞെട്ടരുത്. ഈ 1,80,000 എന്ന് പറയുന്നത് ഭീകരമായ ടിക്കറ്റുകളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഡിസംബർ 5-ാം തീയതി റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രമായ കളങ്കാവൽ വിറ്റഴിക്കപ്പെട്ടത് എത്ര ടിക്കറ്റ് ആണെന്ന് അറിയാവോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 1,93,000 ടിക്കറ്റുകളാണ് കളങ്കാവൽ വിറ്റഴിക്കപ്പെട്ടത്. അതായത് ദിലീപും മോഹൻലാലും കൂടി ഒരുമിച്ച് ബോക്സ് ഓഫീസിൽ വന്നിട്ട് പോലും കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ ബുക്ക് മൈ ഷോ റെക്കോർഡ് തകർക്കാൻ ഇരുവർക്കും സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകാം, പക്ഷേ വി ആർ ടോക്കിംഗ് ഫാക്ട്സ്. അങ്ങനെ ആദ്യത്തെ 24 മണിക്കൂറിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട സിനിമകളുടെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ 5-ാം സ്ഥാനത്ത് കളങ്കാവൽ, 6-ാം സ്ഥാനത്ത് മാർക്കോ, 7-ാം സ്ഥാനത്ത് മാത്രമാണ് ഭബ്ബബ്ബയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഇത്രയധികം ഹൈപ്പിൽ റിലീസായ, ഇത്രയധികം കാര്യങ്ങളുണ്ടായിരുന്ന സിനിമയ്ക്ക് 7-ാം സ്ഥാനത്ത് മാത്രമാണ് നിൽക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ടോപ്പ് ആദ്യത്തെ 5 ഏതാ നോക്കണം, ബാക്കിയുള്ള മുഴുവൻ ലിസ്റ്റ് നോക്കണം. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ബോയ്ക്കോട്ട് ഭബ്ബബ്ബ എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ വളരെയധികം ഉണ്ടായിരുന്നു. അതിൽ തർക്കമൊന്നുമില്ല. ദിലീപ് നായകനാകുന്ന ഒരു സിനിമയും കാണില്ല എന്ന ശക്തമായ നിലപാടെടുത്ത സൊസൈറ്റി നമ്മുടെ മുന്നിലുണ്ട്. അത് ശക്തമായി പ്രതിഫലിച്ചു പ്രേക്ഷകരെ. നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ക്യാമ്പയിനെ തള്ളിക്കളയരുത്. കാരണം ദാറ്റ് ഇസ് എവിഡൻറ്റ്. അങ്ങനൊരു ക്യാമ്പയിൻ ഉണ്ടായിട്ടുണ്ട്. അത് എവിഡൻ്റ് ആകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദിലീപിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കുമെന്നും ദിലീപിൻ്റെ സിനിമകൾ കാണില്ല എന്ന് ശക്തമായ നിലപാടെടുത്ത ഒരുപാട് പ്രേക്ഷകർ ഈ നാട്ടിലുണ്ട്, ഈ സമൂഹത്തിലുണ്ട്. അവർ സിനിമയ്ക്ക് പോകുന്നില്ല എന്നതിൻ്റെ ശക്തമായ നിലപാടും കൂടിയാണ് നമുക്ക് ബുക്ക് മൈ ഷോയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കളങ്കാവലുമായിട്ടുള്ള കമ്പാരിസൺ എടുത്തത്. നമുക്ക് നോക്കാം. ആദ്യത്തെ 24 മണിക്കൂറുള്ള ബുക്ക് മൈ ഷോ ടിക്കറ്റിൽ വെച്ച് ഏതൊക്കെ സിനിമകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്? ഓഫ്കോഴ്സ് ആദ്യത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് മോഹൻലാൽ ചിത്രമായ തുടരുമാണ്. 4,19,000 ടിക്കറ്റുകളാണ് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തുടരും വിറ്റഴിക്കപ്പെട്ടതുള്ളതാണ് ബുക്ക് മൈ ഷോയുടെ കണക്ക്. 2-ാം സ്ഥാനത്ത് വരുന്നത് എമ്പുരാനാണ്. മോഹൻലാൽ തന്നെ നായകനാകുന്ന ചിത്രമാണ്. എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസത്തെ നെഗറ്റീവായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ സിനിമയെ ബാധിച്ചിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ തുടരുമൊക്കെ പൊട്ടിച്ച് കൈ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേനെ. പക്ഷേ എമ്പുരാൻ 3,79,000 ടിക്കറ്റുകളാണ് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ വിറ്റഴിക്കപ്പെട്ടത്. 3-ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് കുമാർ നായകനായി ബ്ലെസ്സി സംവിധാനം ചെയ്ത ദ ഗുഡ് ലൈഫ് അഥവാ ആട് ജീവിതം എന്ന സിനിമയാണ്. 2,94,000 ടിക്കറ്റുകളാണ് ആദ്യത്തെ 24 മണിക്കൂറിൽ വിറ്റഴിക്കപ്പെട്ടത്. 4-ാം സ്ഥാനത്ത് പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത DS ഇറേ എന്ന സിനിമയാണ് എത്തുന്നത്. ഹാലോവീൻ്റെ അന്ന് റിലീസ് ചെയ്ത സിനിമയാണ്. ഗംഭീരമായ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയൊരു സിനിമയാണ് പല പ്രേക്ഷകർക്കും. 2,38,000 ടിക്കറ്റുകളാണ് DS ഇറേ എന്ന സിനിമ ആദ്യത്തെ 24 മണിക്കൂറുകളിൽ വിറ്റഴിക്കപ്പെട്ടത്. ഭയങ്കരമായ അഭിപ്രായമായിരുന്നു ഇതിൻ്റെ പ്രീമിയർ ഷോസിനുണ്ടായിരുന്നത്. അതിനുശേഷം ഉള്ള ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഭയങ്കരമായി ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. 5-ാം സ്ഥാനത്താണ് മമ്മൂട്ടി നായകനാകുന്ന കളങ്കാവൽ എന്ന സിനിമ വരുന്നത്. 1,93,000 ടിക്കറ്റുകൾ. മാർക്കോ 1,86,000 ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട 6-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഉണ്ണി മൂന്ന് നായകനായി ഹനീഫ് അദൈനി സംവിധാനം ചെയ്ത ഏറ്റവും കൂടുതൽ വയലൻറ്റ് സിനിമ ഇൻ ഇന്ത്യ എന്ന് വിളിക്കാൻ കഴിയുന്ന മാർക്കോ 1,86,000 ടിക്കറ്റ്. 7-ാം സ്ഥാനത്താണ് ഇപ്പോൾ ദിലീപ് നായകനാകുന്ന ഭബ്ബബ്ബ എന്ന സിനിമ 1,80,000 ടിക്കറ്റുകളിൽ നിൽക്കുന്നത്. 8-ാം സ്ഥാനത്ത് നമുക്ക് സംസാരിക്കാനുള്ളത് പൃഥ്വിരാജ് നായകനാകുന്ന ബേസിൽ ജോസഫും എത്തിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയാണ്. 1,55,000 ടിക്കറ്റുകളാണ് ഗുരുവായൂർ അമ്പലനടയിൽ 8-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 9-ാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ആണ്. 1,48,000 ടിക്കറ്റുകളാണ് മഞ്ഞുമൽ ബോയ്സ് വിറ്റഴിക്കപ്പെട്ടത്. 10-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തി ഒരു വലിയ താരനിരയായിരുന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിൽ നിവിൻ പോളി ഉണ്ടായിരുന്നു, അജു വർഗീസ് ഉണ്ടായിരുന്നു, ഭഗത് മാനുവൽ ഉണ്ടായിരുന്നു, അപ്പോൾ കല്യാണി പ്രിയദർശനായിരുന്നു നായിക. ഒരു വലിയ താരനിര അണിനിരന്ന ഒരു സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ്
മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ അതാണ് 1,47,000 ടിക്കറ്റുകളോളം 10ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 11ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം എന്ന സിനിമയാണ്. 1,46,000 ടിക്കറ്റുകൾ. 12ാം സ്ഥാനത്ത് നിൽക്കുന്നത് മമ്മൂട്ടി നായകനായ വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന ചിത്രമാണ്. 1,42,000 ടിക്കറ്റുകൾ. 13ാം സ്ഥാനത്ത് കല്യാണി പ്രദർശൻ നായികയായ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ടോപ്പ് ഗ്രോസിംഗ് ആയിട്ട് നിൽക്കുന്ന ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത 300 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ലോക എന്ന സിനിമയാണ്. അത് 1,37,000 ടിക്കറ്റുകളുമായി നിൽക്കുന്നു. 14ാം സ്ഥാനത്ത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ ഈ ഓണത്തിനെത്തിയ ഹൃദയപൂർവ്വം എന്ന സിനിമയാണ്. 1,14,000 ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. 15ാം സ്ഥാനത്ത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായി എത്തിയ ഭ്രമയുഗം എന്ന സിനിമയാണ്. 1,04,000 ടിക്കറ്റുകൾ. അപ്പോൾ ഇതാണ് ആദ്യത്തെ 15 സ്ഥാനം ബുക്ക് മൈ ഷോയിൽ നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസത്തിൽ സമ്മിശ്രമായ പ്രതികരണം തന്നെയാണ് ബബ്ബയ്ക്ക് കിട്ടിയത്. പക്ഷേ ദിലീപ് മോഹൻലാൽ കോംബോ എന്നത് ബുക്ക് മൈ ഷോയിൽ ഒരു വലിയ ടോപ്പ് എത്തിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാൻ. കഴിഞ്ഞ ദിവസം പക്ഷേ 600+ ഷോസൊക്കെ ഹൗസ്ഫുള്ളായി മാറുന്നതായിട്ട് ഒഫീഷ്യലി അവർ അറിയിക്കുകയും ചെയ്തു. കുറച്ചധികം എക്സ്ട്രാ സ്ക്രീൻസൊക്കെ ഇന്നലെ രാത്രി മുതൽ തന്നെ ആഡ് ഓൺ ആയി. പക്ഷേ ഇനിയുള്ള ദിവസം, പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശനി ഞായറൊക്കെ തന്നെ വളരെ നിർണായകമായിരിക്കും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പറയേണ്ട ഒരു കാര്യം, ഈ സിനിമയെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞവർ ഒരുപാട് കളിയാക്കലുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ ട്രോളുകൾ നേരിടുന്നുണ്ട്. പിന്നെ നിങ്ങൾ സിനിമ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞുള്ള ട്രോളുകൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, അതൊരു വലിയ വിഭാഗം സമൂഹമാണ്. അത് കൃത്യമായി തന്നെ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബുക്ക് മൈ ഷോയുടെ ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന സാഹചര്യം തന്നെയാണുള്ളത്. കാരണം മമ്മൂട്ടി ചിത്രമായ കളങ്കാവൽ ബ്രേക്ക് ചെയ്യാൻ പോലും ദിലീപ് മോഹൻലാൽ ഒരുമിച്ച് വന്നിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് ഈ ഒരു ഫാക്ടർ വളരെയധികം ശക്തമായി തന്നെ നിൽക്കുകയാണ് എന്ന് തന്നെ പറയുന്നത്. ഏകദേശം 13,000-ഓളം ടിക്കറ്റ് ഡിഫറൻസ് ഈ രണ്ട് സിനിമകൾ തമ്മിൽ, കളങ്കാവലും ബബ്ബയും തമ്മിൽ ആദ്യത്തെ 24 മണിക്കൂറിലുണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു കണക്കുകൾ അല്ല. അത് തന്നെയാണ് സൂചിപ്പിക്കേണ്ടി വരുന്നത്. ദിലീപ് സിനിമ കാണില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹമുണ്ട്. അവരുടെയും കൂടി വിജയമായിട്ട് വേണം ഇത് കണക്കാക്കാൻ എന്നത് കൂടി ശക്തമായ രീതിയിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ടിക്കറ്റ് ബുക്കിങ്ങുകളിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്.